ചക്കയുള്ള അടുത്ത പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട്. വിയറ്റ്നാം എയർലി ഗോൾഡിന്റെ വലിയ പ്ലാവാണത്. 25 കവറിനകത്തുള്ള വലിയ പ്ലാവ്. ചക്ക ഉൾപ്പെടെ ചക്ക 3, 4, 5 ചക്ക വീതമൊക്കെ ഉള്ള വലിയ ചക്കയുള്ള പ്ലാവ് തിരക്കി കിടക്കുന്നവർക്ക് നല്ല അടിപൊളി പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം ചക്കയുള്ളതാട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് ഒരെണ്ണം സെയിൽ, വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് തന്നെ ഒരെണ്ണം സെയിലായിട്ടുണ്ട്. ഈ നാംഡോക് മായും അതേപോലെ തന്നെ ആ ഒരു വലിയ പ്ലാവും ചക്കയുള്ള വലിയ പ്ലാവ് ഏകദേശം ഒരു 5-5 അടി പൊക്കത്തിൽ നല്ല അടിപൊളി ഒരു പ്ലാവ് സെയിലായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ചക്കയുള്ള വലിയ പ്ലാവുകളാണ് ഇറക്കുന്നത്. ചക്ക പ്ലാന്റ് പതുക്കെ അമ്മാതിരി സൈസുള്ള പ്ലാന്റ് കേട്ടോ. നല്ല അടിപൊളി വലിയ പുകയുമില്ലാണ്. കളയുള്ള അല്ലേണ കളയുള്ള വരിക്ക പ്ലാവ് ഇപ്പം കൊണ്ടുവന്ന ലോഡിൽ ഇറക്കുന്നതാണ്. അടിപൊളി പ്ലാവ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കളയുള്ളത്. അതേപോലെ തന്നെ അത് മാങ്ങയുള്ളതാണ്. കവറും കളിക്കണം. നാംഡോക് മായി ആണേ. നാംഡോക് മായി മാവ് മാങ്ങയുള്ളത് വലിയ പ്ലാന്റ്. സൂപ്പർ മാങ്ങയോട് കൂടി മാങ്ങ ഇല്ല എന്ന് പരാതി പറയരുത്. ഇതുകൊണ്ട് ഇതാ ഒരു മാങ്ങ കിടക്കുന്നത്. ഒരു മാങ്ങ നിറയെ പൂത്ത് നല്ല ഫ്ലവറോട് കൂടിയിട്ട് വലിയ പ്ലാന്റ്. ഏകദേശം അതും ഒരു 6 അടി പൊക്കത്തിൽ വലിയ കവർ. അതിനേക്കാളും 30 കവറിനകത്ത് ഉള്ള വലിയ മാവ് കേട്ടോ. എങ്ങനെയുണ്ട്? എടുത്ത് ഓരോന്നോരോന്നും ചൂടായിട്ട് ചാടിയല്ല അങ്ങോട്ട് അടിപൊളി തൂത്ത് ഇറക്കി നല്ല ക്ലീൻ ആക്കി നല്ല കുട്ടപ്പനാക്കി അങ്ങ് മാറ്റിയവനെ. അടിപൊളി. ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കോ. ഇന്നലെ ഇങ്ങനെയൊക്കെയാണ് ലോഡ് ഇറക്കുന്നത്. കലപ്പാടി മാങ്ങ പിടിച്ച് കലപ്പാടി. അടുത്ത ചക്കയുള്ള വരിക്ക പ്ലാവ്. അടിപൊളി. അതിൻ്റെ നിപ്പ് തന്നെ നോക്കിയാണ് എന്തോ ഒരു ഭംഗിയാണ് നോക്കിയതാ. അടിപൊളി മാവാട്ടോ. അതിൻ്റെ വലിയ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന മാവാണ്. അടുത്തത് കലപ്പാടി മാവ്. മാങ്ങയുള്ള വലിയ കലപ്പാടി മാവ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഒരു ലോഡ് ചെടി കേട്ടോ. 2-ാം കുറ്റിയിൽ. എവിടെയാണ് സ്ഥലം വന്നതെന്ന് പറഞ്ഞാ? 2-ാം കുറ്റി ശാരദ ഓഡിറ്റോറിയത്തിനും ഓപ്പോസിറ്റ്. കെയ്ഫാൻ കുഴിമന്തിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കുമാർ നഴ്സറിയിൽ വന്നേക്കുന്ന നമ്മുടെ മെയിൻ നഴ്സറിയിൽ വന്നേക്കുന്ന ഒരു ലോഡ് ചെടി. അതേപോലെ തന്നെ പാരിപ്പള്ളിയിലും അതേപോലെ തന്നെ മേടേമുക്കും ആശ്രമത്തേക്കുള്ള പ്ലാന്റുകളൊക്കെ ഒരുങ്ങുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞോ. പതുക്കെ നോക്കി ഇറങ്ങണേ. പ്ലാന്റ് പതുക്കെ അമ്മാതിരി സൈസുള്ള പ്ലാന്റ് കേട്ടോ. നല്ല അടിപൊളി വലിയ പുകയുമില്ലാണ്. ഇത്രത്തോളം നല്ല സെറ്റ് പുകയുമില്ല. 10-15 കൊല്ലം പഴക്കമുള്ള വലിയ തടി നല്ല സെറ്റ് നല്ല ഷേപ്പിലുള്ള പുകയുമില്ല. എന്താണ് തെറ്റിയുണ്ട്. നല്ല വലിയ പൂവുള്ള തെറ്റി. അതേപോലെ തന്നെ ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അതിന്റെ ഇലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി വേരിയേഷൻ ആണ്. പക്ഷെ ഒരു സിൽവർ വേരിയേഷൻ ആണ് കേട്ടോ. അടിപൊളി തെറ്റി വന്നിട്ടുണ്ട്. വിയറ്റ്നാം എയർലിയുടെ തൈകളുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഒരുപാട് ഐറ്റം കൊണ്ടുവന്നേക്കുന്നല്ലേ. പിന്നെ കാലപ്പാടി മാവ്, കോട്ടർക്കോണം, അങ്ങനെ പല വെറൈറ്റി മാവുകളും. ഇതെന്താണ്? ഇത് തെറ്റി, വലിയ തെറ്റിയാണ്. വലിയ കവറില് അല്ലേ? അടിപൊളി തെറ്റി ഒരു ചെടിയാണ്. എന്നും പൂവുള്ള വലിയ തെറ്റി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ തൈ ഉണ്ടല്ലേ? തൈ ഉണ്ടല്ലോ. തൈയുണ്ട്. അടുത്ത നമ്മൾ ഇറക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഉണ്ട്. J33 ഉണ്ട്. അകത്തോട്ടിരിപ്പുണ്ട്. J33 ഇരിപ്പുണ്ട്. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ നല്ല അടിപൊളി പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അട്ടിയിട്ട് വന്നേക്കുന്നത് എങ്ങനെയുണ്ട്? ഇത് മനോഹരമായിട്ടാണ് അല്ലേ? അടിപൊളിയായിട്ട് അട്ടിയിട്ടാണ് പ്ലാന്റ് വന്നേക്കുന്നത്. കണ്ടില്ലേ? ഇത് ഏറ്റവും വലിയ കവറിൽ, അതായത് 25 കവറിലെ വിയറ്റ്നാം എയർലി ഗോൾഡ് പ്ലാവാണ്. 5 അടി പൊക്കം കൊണ്ടാണ്. 5 അടി പൊക്കം. 5 അടി പൊക്കം. ഒരാൾ പൊക്കം കൊണ്ടുകൊണ്ടാണല്ലേ? ഏകദേശം ആണിപ്പോണ്ട്. ആണിന്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നെടുത്തോ 5 അടി പൊക്കമുള്ള വലിയ വിയറ്റ്നാം ഇതാണ്ട് സൈസ് പ്ലാന്റ്. എത്ര ഉണ്ടോ? 4 അടിയാണോ 5 അടിയാണോ? 5 അടി കവറോട് കൂടി താഴേന്ന് 5 അടിയോളം പൊക്കത്തിൽ നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. അതെ, ആണിന്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. എത്ര അടിയുണ്ട്? 6 അടി വരെ ഉണ്ട്. 6 അടി വരെ പൊക്കമുള്ള പ്ലാന്റുകൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാവുന്നതാണ്. കളയുള്ള വലിയ പ്ലാവ് തിരക്കി കിടക്കുന്നതാണ്. കളയുള്ള പ്ലാവുകളും ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം വന്നേക്കുന്ന ലോഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടത്തില്ല. അതിനെന്താണ് ഇപ്പം ഇറക്കിയിരിക്കുന്ന ലോഡാണ്. ഇന്ന് ഡേറ്റ് എത്രയാണ്? ഡേറ്റ് 13-ാം തീയതി ഇറക്കുന്ന ലോഡാണ്. 13-ാം തീയതി രാവിലെ ഇറക്കുന്ന ലോഡാണ്. അതേപോലെ ഇതേത് വെറൈറ്റി മാവാണ്? കലപ്പാടി മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറ് മാവാണ്. അത് പലർക്കും അറിയത്തില്ല. കലപ്പാടി മാവ് എന്ന് പറഞ്ഞാൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കലപ്പാടി മാവ് ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഭംഗി അടിപൊളി മാങ്ങയാണ്. നല്ല ടേസ്റ്റി അടിപൊളി മാങ്ങയാണ്. അതുകൊണ്ട് അത് നമ്മുടെ കലപ്പാടി മാവിന്റെ നിപ്പാണ് കേട്ടോ.
ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള മാവ് തന്നെ നിറച്ച് മാങ്ങ. എത്ര 30 കൊല്ലം പഴക്കമല്ലാണ്? 30 വർഷമായി. നിറച്ച് മാങ്ങ പിടിച്ചിരിക്കുന്ന നോക്കി. ഇതെല്ലാം മാങ്ങയാണ്. ഇത് മാങ്ങ പിടിച്ചെടുക്കുന്ന നോക്കി. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവാണ് കലപ്പാടി മാവ്. അതുകൊണ്ട് മൊത്തം പൂത്ത് കായ്ച്ച് നിൽക്കുന്നതാണ്. അതെ കാണാം. ഇതാണ്ട് മാങ്ങ പിടിച്ചിരിക്കുന്നത് കാണാം. അടിപൊളി മാങ്ങയാണ്. അടിപൊളി മാങ്ങ അല്ലേണ? അടിപൊളി മാങ്ങ ഉണ്ടല്ലോ. മാങ്ങയുള്ള താണ്ടെ കലപ്പാടി താണ്ടെ 3 മാങ്ങയുള്ള കലപ്പാടി മാവേ. താണ്ടെ ഇതുകൊണ്ട് കണ്ടില്ലേ മാങ്ങ കിടക്കുന്നത് കാണാം. ഇതുകൊണ്ട് കലപ്പാടി മാവാണ്. കലപ്പാടി മാവ്. അതേപോലെ തന്നെ ഇനി അതാണ് ഇറക്കാൻ പോകുന്നത് അടുത്ത കലപ്പാടി. അതും കണ്ണി മാങ്ങയുള്ള കലപ്പാടി മാവ്. അടുത്തത് താണ്ടെ അടുത്ത കലപ്പാടി മാവ്. ഫുള്ള് ഫ്ലവറായിട്ടുള്ള ഇല്ലേണ? എങ്ങനെയുണ്ട്? ഫുള്ള് ഫ്ലവറായിട്ടുള്ള വലിയ കവറിലെ വലിയ കലപ്പാടി മാവ്. അതേപോലെ തന്നെ അതുകൊണ്ട് നാംഡോക്മായി തന്നെ താരം നിൽക്കണം. ഇപ്പോൾ നോക്കി നാംഡോക്മായി ഗോൾഡ് വെറൈറ്റി. നാംഡോക്മായി ഗോൾഡ്. അതേപോലെ തന്നെ വലിയ പ്ലാന്റ് കേട്ടോ. അടുത്ത മാങ്ങയുള്ള മാവൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം വന്നിരിക്കുന്ന ലോഡിൽ നല്ല വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫുൾ ലോഡ് സാധനം ആട്ടെ. അതുകൊണ്ട് അതിനകത്ത് മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. അടുത്ത മാങ്ങയുള്ള അടുത്ത കലപ്പാടി മാവ്. അടുത്ത കലപ്പാടി മാവ് മാങ്ങയുള്ളത്. അതേപോലെ തന്നെ നാംഡോക്മായി വെറൈറ്റി മാവ് മാങ്ങയുള്ളത്. അതിനകത്ത് മാങ്ങയുണ്ട്. അതിനകത്ത് മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങയുള്ളത് അടുത്ത കലപ്പാടി മാവ് മാങ്ങയുള്ളത്. അതും കൂടെ കൊടുത്തരേ. സമയം പോലെ നേരെ പോകുന്നത്. അടുത്തത് മാങ്ങയുള്ളത്. 1 2 3 അടുത്ത 3 മാങ്ങയുള്ള കലപ്പാടി മാവ്. അന്നേരം ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്. അന്നേരം അടുത്ത കലപ്പാടി മാവ് മാങ്ങയുള്ളത്. അതും കലപ്പാടി മാവ് കേട്ടോ. വലിയ കലപ്പാടി മാവ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കലപ്പാടി മാവ്. അതേപോലെ കുറേ സാധനം കേട്ടോ. അടുത്തത് റംബുട്ടാൻ്റെ വലിയ പ്ലാന്റ് ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നത്. മാങ്ങ പോലെ നല്ല അടിപൊളി മാവ് കേട്ടോ. നാംഡോക്മായി ആണ്. പതുക്കെ അതോ മേളിൽ പൂവുണ്ട് കൂടിയാതെ പതുക്കെ മാങ്ങയോട് കൂട്ടിയിട്ടുള്ള വലിയ നാംഡോക്മായിയുടെ വലിയ പ്ലാന്റ്. 30 കവറിനകത്ത് നല്ല സേഫായിട്ട് നോക്കി ഇറങ്ങിയോ. നല്ല ഫുള്ള് ഫ്ലവർ. ആയിവാ ഒറ്റപ്പെടുത്ത വരട്ടെ. അടിപൊളി നാംഡോക്മായി മാവ്. മാങ്ങയോട് കൂടിയിട്ടുള്ളത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. വലിയ പ്ലാന്റ് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള വലിയ 30 കവറിനകത്ത് ഉള്ള വലിയ നാംഡോക്മായി. അടുത്തെന്താണ് വന്നേക്കുന്നത്? N18 റംബുട്ടാൻ 6 അടി പൊക്കമുള്ള വലിയ പ്ലാന്റ്. നല്ല ഫുൾ സൈസിലുള്ള നല്ല അടിപൊളി റംബുട്ടാനാണ്. ഇതിൻ്റെ വലിയവരും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വലിയവരും അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അന്നേരം അടിപൊളി റംബുട്ടാൻ N18 റംബുട്ടാൻ്റെ വലിയ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്നേക്കുന്നതാണ്. സപ്പോട്ട തായ്ലൻഡ് ഡ്വാർഫ് സപ്പോട്ട കായുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. സപ്പോട്ട പിടിച്ച് കിടക്കുന്നത് വലിയ പ്ലാന്റ്. വലിയ 21 സൈസ് കവറിനകത്തുള്ള പ്ലാന്റ് ആണ്. നാംഡോക്മായി ആണ്. നാംഡോക്മായി മാവാണ്. നാംഡോക്മായിയുടെ മാങ്ങയുള്ള നാംഡോക്മായി. ഇതിനകത്ത് എത്ര മാങ്ങ ഉണ്ടോ? ഇതെല്ലാം പൂവുണ്ട് കേട്ടോ. പൂവുള്ള മാങ്ങയുള്ള നാംഡോക്മായി മാവ്. അടുത്ത നാംഡോക്മായി മാങ്ങയുള്ളത് 3 മാങ്ങയുള്ള നാംഡോക്മായി ആണ്. അടുത്ത 3 മാങ്ങയുള്ള നാംഡോക്മായി മാവ്. നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് കാഴ്ച കിടക്കുന്നത് കണ്ടിട്ട് തൈകൾ മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നേരെ തീർന്നു പോകുന്നതിന് മുമ്പ് വരണേ. അടുത്ത നാംഡോക്മായി മാങ്ങയുള്ളത്. അടുത്ത നാംഡോക്ക് മാങ്ങയുള്ളത്. എങ്ങനെയുണ്ടാ? അടിപൊളി. അതുകൊണ്ട് അടുത്ത ചക്കയുള്ള പ്ലാവ്. അടുത്ത ചക്കയുള്ള 1 2 കുറച്ചുണ്ട് കേട്ടോ. നേരെ പോകുന്നേരം തീരും മുമ്പേ വന്നോളൂ. ഇന്നത്തെ ദിവസം അതായത് ഇന്ന് വ്യാഴാഴ്ചയിലാണ്. ഇന്ന് വ്യാഴാഴ്ച കൊണ്ടുവന്നേക്കുന്ന ലോഡാണ്. അതിനകത്താണ് അടുത്ത മാങ്ങയുള്ളതൊക്കെ വരുന്നുണ്ട്. അകത്തോട്ട് ഇരിപ്പുണ്ട്. നേരെ പോകുന്നേരം അടുത്തത് കോട്ടുകോണം മാങ്ങയുള്ള കോട്ടുകോണം. അടുത്ത നാംഡോക്മായി മാങ്ങയുള്ളതാണ്. അതിനകത്തുണ്ടല്ലോ 3 മാങ്ങയുണ്ട്. 3 മാങ്ങയോടൊപ്പമുണ്ട്. അതിൻ്റെ സൈസൊക്കെ മാങ്ങ ഉണ്ട്. കറക്റ്റ് നീളമുള്ള മാങ്ങ. അടുത്ത പൂവുള്ളത് 3 മാങ്ങ 2 പോലെ പൂവുള്ള വലിയ നാംഡോക്മായിയുടെ വലിയത് കായുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കിക്കൊണ്ടിരിക്കുവാണേ. അടുത്ത കോട്ടുകോണം മാവ്. അടുത്ത നാംഡോക്ക് മൊത്തം കണ്ണി മാങ്ങയായിട്ട് നിൽക്കുന്ന വലിയ നാംഡോക്കാണ്. അടുത്ത കണ്ണി മാങ്ങയായിട്ടുള്ളത് വലിയ പ്ലാവ്. ചക്ക ഇല്ലാത്തത് പ്രത്യേകം ഇരിപ്പുണ്ട്. അതിന് ഇനിയുണ്ട്. ചക്കയുള്ളത് ഇറക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പ്ലാവ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പ്ലാവ് എങ്ങനെയുണ്ട്? അടിപൊളി പ്ലാവല്ലേ? നല്ല കലക്കം പ്ലാവ്. ഇപ്പം കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് കേട്ടോ. അടിപൊളി പ്ലാവുകളാണ്. അടുത്തത് ഇനിയുണ്ട്. അതിനകത്ത് കയറി അടുത്ത പ്ലാവുകളും മാവുകളും ഒക്കെ ഇറക്കാൻ വേണ്ടി അതിനകത്ത് കയറി സൈസ് നോക്കി നല്ല സുന്ദരം പ്ലാന്റ്. ഇപ്പം കൊണ്ടുവന്ന ലോഡിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വീഴല്ലേ? അടുത്തതാണ്. എങ്ങനെയുണ്ടാണ്? സൂപ്പറല്ലേ? അടിപൊളി ചക്കയുള്ളത്. അടുത്തത് അടിപൊളി ചക്കയുള്ള പ്ലാവ് ഇപ്പം കൊണ്ടുവന്ന് ഇറക്കുന്നതാണ്. അടുത്ത 3 ചക്കയുള്ളത് അടിപൊളി പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത കോട്ടുകോണം മാവ് കേട്ടോ. കോട്ടുകോണം മാവ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കോട്ടുകോണം മാവ്. മാങ്ങയുള്ളത്. ഏലക്ക മാവ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നതാണ്.
അടുത്ത 5 മാങ്ങയുള്ള കൂട്ടുകോണേ, 5 മാങ്ങയുള്ള കൂട്ടുകോണ തോണ്ടേ കണ്ണി മാങ്ങയും ഒക്കെ ആയിട്ട് താണ്ടെ 2 എണ്ണം താ കിടക്കുന്നത്. താണ്ടെ 2, 3, 5, 6, 8 മാങ്ങ, 2, 4, 6, 2, 8 4 എണ്ണം താ കിടക്കുന്നത്. 2 എണ്ണം തോണ്ടേ കൂട്ടുകോണം മാവ്. ഒരെണ്ണം മേളിലും ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് കണ്ണി മാങ്ങയായിട്ടുള്ള മാവ് താണ്ടെ മേളിപ്പൂവ്, കണ്ണി മാങ്ങയുള്ള അടുത്ത മാവ്. അടുത്താണ്ട് ഇഷ്ടം പോലെ മാങ്ങയുള്ള അടുത്ത മാവ് താണ്ടെ അടുത്ത മാവ് താണ്ടെ മാങ്ങയോട് കൂട്ടിയിട്ടും കണ്ണി മാങ്ങയൊക്കെ ആയിട്ട് വലിയ പൂവോട് കൂടിയിട്ടുള്ള മാവുകളൊക്കെ ഉണ്ട്. ഹൈറ്റ് ഏകദേശം ഒരു 7 അടി പൊക്കം 8 അടി പൊക്കമൊക്കെ ഉള്ള മാവുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. മൊത്തം വീഡിയോ കണ്ടോ. അടിപൊളി വെറൈറ്റി മാവുകൾ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇറക്കുവാണേ. നാംഡോക്ക് മായി എൻ്റെ ഒരു കല കണ്ടാ, നിപ്പ് കണ്ടാ. അടുത്ത മാങ്ങയുള്ളത് കൂട്ടുകോണല്ലേണ, കൂട്ടുകോണം അടുത്ത മാങ്ങയുള്ളത്. അടുത്ത മാവ് വലിയ ഹൈറ്റിലുള്ള ഒരു 7 അടി പൊക്കം 6 അടി പൊക്കം 7 അടി പൊക്കം താണ്ടെ അടുത്ത മാങ്ങയുള്ളത് താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ തീരുന്നതിന് മുമ്പ് നല്ലത് നോക്കി അടിപൊളിയായിട്ട് ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇറക്കിയിരിക്കുന്ന ലോഡാണ്. നേരെ ഇനി പോകുന്നേരം അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് വലിയ മരങ്ങൾ തിരക്കി കിടക്കുന്നവർക്ക് താണ്ടെ വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തും മാങ്ങയുണ്ട് താണ്ടെ പൂവുണ്ട്. ഒട്ടിച്ച് വെച്ചേക്കുന്നതൊന്നും അല്ല. താണ്ടെ അടുത്ത മാവ് താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ടെ 3 മാങ്ങയുള്ള കൂട്ടുകോണം ചെങ്കവരിക്ക മാവുണ്ട്. അതേപോലെ തന്നെ മൽഗോവ മാവ് താണ്ടെ മൽഗോവ മാവാണ്. മൽഗോവയുടെ തന്നെ ഏകദേശം ഒരു 8 അടി 9 അടി പൊക്കത്തിലെ വലിയ മൽഗോവ മാവ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് ഇറക്കുന്നതാണ്. താണ്ടെ മാങ്ങയോട് കൂടിയിട്ടുള്ള കൂട്ടുകോണം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ താണ്ടെ വലിയ മൽഗോവ മാവ് താണ്ടെ അടിപൊളി മൽഗോവ താണ്ടെ പൂവോട് കൂടിയിട്ടുള്ള താണ്ടെ അടിപൊളി പ്ലാന്റ്. ഏകദേശം ഒരു 10-12 അടി പൊക്കം ഉണ്ട് കേട്ടോ. 10-12 അടി പൊക്കത്തിൽ വലിയ മൽഗോവ വെറൈറ്റി മാവേ. നാംഡോക്ക് മൈ മാവ് താണ്ടെ വലിയ നാംഡോക്ക് താണ്ടെ ആണ്. അടുത്തൊന്ന് നിന്ന് എത്ര അടി പൊക്കം ഉണ്ടെണ്ണ അതിന്? 6 അടിക്ക് മേളിൽ പൊക്കമുള്ള നാംഡോക്ക് മൈയുടെ വലിയ പ്ലാന്റ് താണ്ടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മധുര ലൗലോലിയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. താണ്ടെ മധുര ലൗലോലിയുടെ പ്ലാന്റ് ആണ്. മധുര ലൗലോലിയുടെ പ്ലാന്റ് താണ്ടെ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ്. അടുത്ത J33 വലിയ പ്ലാവാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാവ് J33 പ്ലാവ് അറിയാമല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലാവാണ് J33 എന്ന് പറയുന്ന വെറൈറ്റി. J33 വലിയ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതും J33 പ്ലാവേ. അത് നാംഡോക്ക് അല്ലാണ്. നാംഡോക്ക് എത്ര പൊക്കം ഉണ്ടെന്നാ? 7 അടി പൊക്കം ഉണ്ടല്ലോ. അത് 7 അടി കൂടുതൽ പൊക്കമുള്ള നാംഡോക്ക് മായി വലുത് കായ്ക്കാറായത്. കാരണം വെച്ചാൽ കാ പിടിച്ച് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ താണ്ടെ അടുത്ത നാംഡോക്ക് മായി മാവ്. അതൊക്കെ ഏകദേശം ഒരു 7-7.5 അടി പൊക്കമുണ്ട്. 7-7.5 അടി പൊക്കത്തിൽ വലിയ നാംഡോക്ക് മായിയുടെ വലിയ പ്ലാന്റുകൾ തിരക്കി ഇറങ്ങുന്നത് താണ്ടെ അടിപൊളി നാംഡോക്ക് മൈ മാവാണ്. അടുത്ത് പൂവായിട്ട് നിൽക്കുന്ന നാംഡോക്ക് വലുത് താണ്ടെ അതേതായിരുന്നു ബനാനയല്ലേ? റെഡ് ബനാന മാവ്. അന്നേരം താണ്ടെ ഏകദേശം അറ്റത്തോടെത്തി. അന്നേരം താണ്ടെ J33 പ്ലാവ് കേട്ടോ. അടുത്ത J33 നല്ല ഹൈറ്റുള്ള പ്ലാവ് തിരക്കി ഇറങ്ങുന്നത് താണ്ടെ അടുത്തത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആ ഫ്രണ്ടിലൊക്കെ J33 പ്ലാവാണ്. J33 വലിയ പ്ലാവ് തിരക്കി ഇറങ്ങുന്നവർക്ക് താണ്ടെ വീണ്ടും J33 വലിയ പ്ലാന്റ് താണ്ടെ അടുത്ത J33 പ്ലാവ്. അങ്ങനെ ഫുൾ ലോഡ് ഏകദേശം നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറക്കി തീരാറായി. അവസാന നിമിഷവും കൂടെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നീ ഫുള്ള് ഇത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ വണ്ടി അങ്ങ് സർവീസിന് കൊടുക്കുന്നത്. ഓക്കെ. മധുര ലൗലോലിയാണ് അവസാനം ഇറങ്ങുന്ന മധുര ലൗലോലി ഇല്ലണം. ഇച്ചിരി മധുരിക്കട്ടല്ലേ.